റൈസൻ എന്ന 2016 ഇറങ്ങിയ ഒരു സിനിമ. ചില സിനിമകളുണ്ട് നമുക്ക് ഭയങ്കര ത്രില്ലടിപ്പിക്കുകയും ഭയങ്കര സന്തോഷം തരും. ലവ് ഫിലിം ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമുക്കൊരു സുഖവും ഹാപ്പിനെസ്സും തരും. ചില സിനിമകളുണ്ട് നമുക്കൊരുപാട് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന സിനിമകൾ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സിനിമ ഒരു വലിയൊരു എൻസൈക്ലോപ്പീഡിയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് സിനിമയിലൂടെയാണ്, ഇതര ഭാഷാ സിനിമയിലൂടെ. നമ്മുടെ മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ മാത്രമല്ല, എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും കണ്ട് ഞാൻ പഠിച്ച ഒരുപാട് സ്വായത്തമാക്കിയ ഒരുപാട് നോളജ് ഉണ്ട്. ഈ സിനിമയിൽ എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു, ഞാൻ ഇതുവരെ ചിന്തിച്ചു പോലും നോക്കാത്ത ഒരു സൈഡാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഈസ്റ്റർ സമയത്താണ് ഈ മാസത്തെ ഈസ്റ്റർ സമയത്താണ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള കുറച്ച് റിവ്യൂസും പോസ്റ്റുകളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചു, പിന്നീട് കാണാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിനിമ കണ്ടു. ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ ലേറ്റായി പോയി കാണാൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ആണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമ. എനിക്ക് ക്രിസ്തീയ സംഭവങ്ങളൊന്നും അധികം അറിയില്ല, പക്ഷേ സിനിമ കണ്ടിട്ടുള്ളതും നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള ഒരു അറിവും വെച്ചിട്ട് ക്രിസ്തു മരണപ്പെട്ടതും ക്രൂശിക്കപ്പെട്ടതും ഒക്കെ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളുലയ്ക്കുന്ന രീതിയിൽ മെൽ ഗിബ്സൺ അവതരിപ്പിച്ച ഒരു സിനിമയാണ് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. അതിനുശേഷം വേറെ സിനിമകൾ ഈ ക്രൂസിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എനിക്കൊരു ഭയങ്കര ഉള്ളിൽ ഒലച്ച ഒരു സിനിമയാണ്. അതിനുശേഷവും വീണ്ടും നമ്മൾ മാൻ ഫ്രം ദ എർത്ത് എന്ന സിനിമ കണ്ടപ്പോഴും പിന്നെ ഒരുപാട് അത്രയും ആ ഒരു AD കാലഘട്ടത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ, യേശുവിൻ്റെ സിനിമ, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറേ സിനിമകളൊക്കെ കാണും. ബെൻഹറിലൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്, ഇത് കണക്ട് ചെയ്യുന്ന ഒരു രീതിയെ. പക്ഷേ ഈ സിനിമ റൈസൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കാത്ത, ചിലപ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു ഇതിൻ്റെ എന്താ എഴുതപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമ കാണുന്നവരെ ഞാൻ ഇങ്ങനെ ഒരു വശം ചിന്തിച്ചിട്ടില്ല. കാരണം ദുഃഖവെള്ളിയിലാണ് യേശുവിനെ കുരിശിലേറ്റിയത്. അപ്പം നമ്മളുടെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടു. ആ പാപങ്ങളെല്ലാം തന്നിലേക്ക് എടുത്ത് അദ്ദേഹം ക്രൂശിക്കപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഇദ്ദേഹത്തെ യേശുവിനെ ഒരു ഗുഹയിൽ ഒരു സ്ഥലത്ത് അവരുടെ മതപ്രകാരമുള്ള ചില ആചാരങ്ങളൊക്കെ കൂട്ടി ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ഗുഹ, ആ ഒരു ശവക്കല്ലറ പോലെയുള്ള അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റർ, അതായത് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. എല്ലാ ലോക ജനതയ്ക്ക് വേണ്ടി ഒരു വലിയൊരു സന്ദേശം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം എന്തുണ്ടായി? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം എന്തുണ്ടായെന്ന് ഞാൻ എവിടെയും വായിച്ചിട്ട് പോലും ഇല്ല. ഒരു ചിത്രകഥയിൽ പോലും, പണ്ട് ബാലരമയിൽ പോലും ഞാൻ വായിച്ചിട്ടില്ല. ഈസ്റ്ററിന് ശേഷം ആ ഒരു സ്ഥലത്ത് എന്ത് സംഭവിച്ചു? അതാണ് ഈ റൈസൻ എന്ന് പറഞ്ഞ സിനിമ. അതായത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അത് സത്യമാണോ കള്ളമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾ നടത്തുന്ന ഒരു അന്വേഷണവും അവർ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുമാണ് ഈ സിനിമ. അടിപൊളി സിനിമ. ഇത് സത്യമാണോ ഉള്ളതാണോ ഫിക്ഷനാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഇതാവണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്തിനാണോ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്? തൻ്റെ ശിഷ്യന്മാരിലൂടെ ലോകത്ത് മുഴുവനായിട്ട് സമാധാനം പരക്കണം, തൻ്റെ ആദർശങ്ങൾ ലോകം മുഴുവൻ എത്തണം എന്നുള്ളതൊക്കെ പറയുന്ന ഒരു യേശു ക്രിസ്തുവിനെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതൽ, അത് ആളുകളിലേക്ക് എത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും അത് ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ വരുന്നത്. ഈ സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്ലാവിയസ് എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പറയുന്ന യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈന്യാധിപനായിരുന്നു. ഈ ക്ലാവിയസിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് യേശു മരണപ്പെടുന്നത്. അതിനുശേഷം ഈ പറയുന്ന ഗുഹയിൽ ഇദ്ദേഹത്തെ അടക്കം ചെയ്തതിന് ശേഷം ക്ലാവിയസിന് തന്നെ 2-3 പടയാളികളെ അവിടെ കാവൽ നിർത്തുകയുണ്ടായി. പക്ഷേ ഇത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കല്ല് നീക്കം ചെയ്യുകയും അതിന് കെട്ടിയിട്ട കയറുകളൊക്കെ പൊട്ടിത്തെറിച്ചു പോവുകയും ഒക്കെ ക്ലാവിയസ് കണ്ടുപിടിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു? ആരെങ്കിലും ഈ ഒരു മൃതശരീരം തട്ടിക്കൊണ്ടുപോയതാണോ, മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ? അതായത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റ് ആ നാട്ടിലുള്ള ആളുകളോ എടുത്തുകൊണ്ട് പോയതാണോ എന്നൊന്നും ആളുകൾക്ക് ഡൗട്ടുണ്ട്. ചിലർ പറയുന്നു അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു, വലിയൊരു പ്രകാശം കണ്ടു, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റതാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു ആരൊക്കെയോ വന്നിട്ട് ഈ രാത്രി വന്നിട്ട് ഈ ഒരു മൃതശരീരം തട്ടിക്കൊണ്ടുപോയതാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് അവിടുത്തെ പിലാത്തിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ആ ഒരു ആളുണ്ടല്ലോ, അദ്ദേഹത്തിനെ കുരിശിലേറ്റാൻ ആജ്ഞാപിച്ച ഒരു ആൾ, അപ്പം അദ്ദേഹം ചുമതലപ്പെടുത്തുകയാണ് ക്ലേവിയസിനെ.
ക്ലൈവിയസിനോട് പറയാണ്, നീ ഇത് കണ്ടുപിടിച്ചേ മതിയുള്ളൂ. ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടണം, അത് നമുക്ക് ഇദ്ദേഹം ഉയർത്തെഴുന്നേറ്റതല്ലാന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു മൃതശരീരം വേണം, അല്ലെങ്കിൽ ഇതെന്താ സംഭവിച്ചെന്നുള്ളത് കറക്റ്റായിട്ട് നീ കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് പിലാത്തിയോസ് ഈ ക്ലൈവിയസിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതും ക്ലൈവിയസ് ആ ഒരു ശിഷ്യന്മാരെ കണ്ടുപിടിക്കാൻ പോകുന്നതും ആ പടയാളികളെ അവിടെ കാവലിരുന്ന പടയാളികളോട് എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ പോകുന്നതും അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയുള്ളത്. നല്ലൊരു സിനിമ, നല്ലൊരു ഹിസ്റ്റോറിക്കൽ ത്രില്ലർ മോഡലിലൊരു സിനിമ, ഒരു മിസ്റ്ററി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്നെനിക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ റൈസൻ എന്ന് പറഞ്ഞൊരു സിനിമ. തീർച്ചയായിട്ടും കാണുക, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു സിനിമയിൽ എനിക്ക് അതിൻ്റെ പല ഉത്തരങ്ങളാണ് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. ചിലപ്പോൾ ഇത് സത്യമാണോ, ഞാൻ ഇപ്പോഴും പറയുന്നത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് ആ ഒരു വശം ഞാൻ ചിന്തിക്കാത്തൊരു വശമായിരുന്നു. ഈസ്റ്ററിന് ശേഷം എന്ത് സംഭവിച്ചു, അതാണ് ഈ സിനിമ. അത് ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2016 ഇറങ്ങിയ സിനിമ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഞാനിങ്ങനെ ശ്രദ്ധിക്കാതെ എത്ര പടങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ എന്താ പറയുക മറ്റ് പ്ലാറ്റ്ഫോമുകളിലും വാട്സപ്പ് ചാനലിലൊക്കെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ റിവ്യൂസുകളൊക്കെ സമയം കിട്ടുമ്പോൾ കാണുക. അല്ലെങ്കിൽ സജഷനും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അതൊക്കെ കൊണ്ടുവരാൻ പ്രാവർത്തികമാക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പറ്റാറില്ല, കാരണം അതിൻ്റെ സമയം തന്നെയാണ്. നമ്മുടെ ജോലി, പിന്നെ ലൈഫ്, ആകപ്പാട് മൊത്തമായിട്ട് അലമ്പ് പിടിച്ചൊരു ലൈഫ് സ്റ്റൈലിലൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം, ബാംഗ്ലൂരിലുള്ള ഒറ്റയ്ക്കുള്ളൊരു ജീവിതം, അപ്പോൾ അതൊക്കെ നമ്മുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഇതാണ് എൻ്റെ ഒരു പാഷനാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഇത്തരം മൂവീസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. ഒരു കോസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഒരു രസം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് പണ്ട് മുതലേയുള്ള ആളുകൾ എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പുതിയ ആളുകളിലേക്ക് എത്തട്ടെ നമ്മുടെ വീഡിയോസുകളൊക്കെ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്. See you.